സോ വെൽക്കം ഗൈസ്. നമ്മുടെ എക്സ്പോയിലുള്ള അടുത്ത വണ്ടിയാണ് ടാറ്റേൻ്റെ പുതിയ ഫാസ്റ്റ് പാസഞ്ചർ. ഇത് നമ്മൾ കുറേ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് വൈറലായ വണ്ടിയായിരുന്നു. രണ്ട് വണ്ടി അധികം ആർക്കും അത്ര മോഡൽ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ വണ്ടിയാണ്. പക്ഷെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല ഡിസൈനാണ്. ഗോവൻ ബേസ്ഡ് കമ്പനിയാണ് ഇത് ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 11.25 മീറ്റർ അങ്ങനെയാണ്. സീറ്റിംഗ് കപ്പാസിറ്റി 49+ ഡ്രൈവറാണ്. സൈഡ് വ്യൂ എത്രയാണ് അവിടെ ബസ്സുള്ളതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ടാറ്റേൻ്റെ 11 മീറ്റർ വരുന്ന ഒരു വണ്ടിയാണിത്. ഇത് ബോഡി ബിൽഡ് ചെയ്തേക്കുന്നത് ഓട്ടോമൊബൈൽ കോർപ്പറേഷൻ ഓഫ് ഗോവ ലിമിറ്റഡ് ആണ്. ഇപ്പോൾ 6 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്. 150 HP ആണ് ഇതിൻ്റെ ഒരു പവർ വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇതിൽ ക്യാമറ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു മോണിറ്റർ ഇവിടെ ഉണ്ട്. ഫ്രണ്ടിൽ ബാക്കിൽ എല്ലാം ക്യാമറയാണ്. അപ്പോൾ ഇതിൽ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് 49+ ഡ്രൈവറാണ്. 50 വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബോഡി ഉള്ളിലൊക്കെ സ്റ്റീലാണ് വരുന്നത്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി നീറ്റായിട്ട് നിൽക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. അതേപോലെ എല്ലാത്തിനും ചാർജിങ് പോർട്ടുകളുണ്ട്. എല്ലാ സീറ്റിങ്ങിലും 2 USB ടൈപ്പ് ചാർജിങ് പോർട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ കമ്പി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് നമുക്ക് നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കാര്യമാണ് ഈ കമ്പി അല്ലേ. അപ്പോൾ ഇത് വളഞ്ഞത് കൊണ്ട് നമുക്ക് സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സൗകര്യമാണ്. എന്തുകൊണ്ടാണ് ചില സൗകര്യം, അതായത് നടക്കാനുള്ള സ്പേസ് കുറച്ച് കുറവാണ്. ഇവിടെ 3 ആണ്, 3 സീറ്റിംഗ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ 2 സീറ്റിംഗ് ആണുള്ളത്. അതുകൊണ്ട് സെൻട്രൽ സ്പേസ് കുറയും. അതുകൊണ്ട് ഇതൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എമർജൻസി ഡോർ ഇവിടെയാണ് വരുന്നത്. ബാക്കിലൊരു വലിയൊരു ഗ്ലാസ് ഏരിയ, ബാക്കിലുള്ള ഡോറ് ഇതാണ്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടി വൃത്തിയായിട്ട് നിൽക്കും എന്നാണ് തോന്നുന്നത്. അതായത് ഇത് സ്റ്റീലായതുകൊണ്ട് ഉള്ളിൽ ക്ലീനാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഒരു TV, ക്യാമറ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു വരുന്നത്. ഇവിടെ ഒരു ഗ്ലാസ് ബ്രേക്കർ ഹാമറൊക്കെ കൊടുത്തിട്ടുണ്ട്. എമർജൻസി ഘട്ടങ്ങളിൽ നമുക്കിത് ഗ്ലാസ് പൊട്ടിച്ചിട്ട് പുറത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും വെറുതെ കാണിച്ചെന്നേ ഉള്ളൂ.